ഡിസംബർ 27 ശനിയാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ. യോഹന്നാൻ 20:1 മുതൽ 8 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. യോഹന്നാനെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അന്ത്യ അത്താഴവേളയിലും കുരിശിന് കീഴിലും കല്ലറയുടെ സമീപത്തും യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷവും അന്ത്യ അത്താഴവേളയിലും അങ്ങനെ യോഹന്നാനെ പരാമർശിക്കുന്നു. യോഹന്നാൻ മീൻപിടുത്തക്കാരനായ സെബദിയുടെ മകനായിരുന്നു. അവൻ്റെ സഹോദരൻ യാക്കോബ് ആയിരുന്നു. യേശു യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചപ്പോൾ അവർ തൽക്ഷണം വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. യേശു യാക്കോബിനും യോഹന്നാനും ബോണർഗസ് എന്ന ഒരു വിളിപ്പേര് നൽകി. ഇടിമുഴക്കത്തിൻ്റെ മക്കൾ എന്നർത്ഥമുള്ള ഒരു ഹെബ്രായ പദമാണ് അത്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന അപ്പോസ്തലനും രക്തസാക്ഷിത്വം വരിക്കാത്ത ഏക വ്യക്തിയും അദ്ദേഹമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തൻ്റെ പീഡാനുഭവ സമയത്ത് രക്ഷകനെ ഉപേക്ഷിക്കാത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരേ ഒരാളായിരുന്നു യോഹന്നാൻ. കുരിശിൻ്റെ ചുവട്ടിൽ അവനെ തൻ്റെ അമ്മയുടെ കാവൽക്കാരനായി യേശു നൽകി. മറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അദ്ദേഹം എഫെസോസിലേക്ക് പോയി. പിന്നീട് അദ്ദേഹത്തെ ഗ്രീക്ക് ദ്വീപായ പത്മോസിലേക്ക് നാടുകടത്തി. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെയും പുതിയ നിയമത്തിലെ മറ്റ് 4 പുസ്തകങ്ങളുടെയും രചയിതാവായി അറിയപ്പെടുന്നു. യോഹന്നാൻ്റെ 3 ലേഖനങ്ങളും വെളിപാടിൻ്റെ പുസ്തകവും ബൈബിളിലുണ്ട്. AD 98 ശേഷം അദ്ദേഹം എഫെസോസിൽ മരിച്ചു. സ്നേഹം, വിശ്വസ്തത, സൗഹൃദങ്ങൾ, രചയിതാക്കൾ എന്നിവരുടെ രക്ഷാധികാരിയാണ് യോഹന്നാൻ. ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു പിന്നാലെ നടക്കുന്ന രംഗമാണ്. മഗ്ദല മറിയം പത്രോസിൻ്റെ യോഹന്നാൻ്റെ അടുത്തേക്ക് ഓടി വന്ന് യേശുവിൻ്റെ ശരീരം ആരോ കല്ലറയിൽ നിന്ന് എടുത്തു മാറ്റിയതായി പറയുന്ന രംഗമാണിത്. യേശുവിൻ്റെ ശരീരം അപ്രത്യക്ഷമായതിനാൽ മറിയം പരിഭ്രാന്തയായി. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും യേശു അപ്രത്യക്ഷനായ ഒരു തോന്നൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ അഭാവം നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു സമയം. ഈ സമയം ഒരുപക്ഷെ വളരെ ഇരുണ്ടതും ഭയാനകവുമാകാം. നമുക്ക് വഴിതെറ്റിയതായും ഒറ്റപ്പെട്ടതായും തോന്നിയേക്കാം. ഈ അനുഭവം ഹ്രസ്വകാലത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കാം. യേശുവിൻ്റെ അസാന്നിധ്യത്തിൻ്റെ ഈ നിമിഷങ്ങളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മൾ പരിഭ്രാന്തരാവുകയും അവനെ അന്വേഷിക്കുകയും ചെയ്യാറുണ്ടോ? എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ അഭാവം അനുഭവിക്കുമ്പോൾ ഞാൻ യേശു അല്ല, പിന്നെയോ ഞാനാണ് വഴിതെറ്റിപ്പോയവനാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അല്ല എങ്കിലും യേശു വരുന്നതുവരെ ഉറച്ചു നിൽക്കാനും കാത്തിരിക്കാനും നാം തയ്യാറാണോ? യേശു നമ്മോടൊപ്പമുണ്ടെന്ന് വിശ്വസിച്ച് നമുക്ക് സമാധാനത്തോടെ കാത്തിരിക്കാൻ കഴിയുമോ? നമ്മോടൊപ്പം എപ്പോഴും യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ഇടവരുമോ? പ്രിയപ്പെട്ടവരെ, യേശു നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്നറിയാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.